കൂടുതൽ ഉപയോഗിക്കുന്ന ഇപ്പൊ ഇത് തന്നെയാണ്. വൈഫിന് വേണ്ടി എടുത്ത വണ്ടിയാണ്. എങ്കിൽ കൂടെ കൂടുതൽ സമയം ഞാനാണ് ഉപയോഗിക്കുന്നത്. അതൊരു അപകടമായതുകൊണ്ട് പിന്നെ ഷോറൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവര് പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ റോഡിന് അത് ആവശ്യമില്ല, അങ്ങനെ അത് അഴിച്ചു വിട്ടിരിക്കും. 126 വണ്ടി മാത്രമേ ഇന്ത്യയിൽ ഇറങ്ങത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 39,000 രൂപയ്ക്ക് എന്തൊക്കെയാണ് അക്സസറീസ് ആഡ് ചെയ്തത്? വീട്ടിൽ ചാർജ് ചെയ്ത മാക്സിമം 2 hours. ഇപ്പൊ 126 വണ്ടിയിൽ ഒരു വണ്ടിയാണിത്. ഏത് ഹലോ ഫ്രണ്ട്സ്, വോക്കസിന് പിന്നെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ Byd Atto 3 നമ്മുടെ ചാനലിൽ കൊണ്ടുവന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ പെട്ടെന്നൊരു വോക്ക് അറൗണ്ട് നമ്മൾ ചെയ്തു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പതിവ് ചെയ്യാറുള്ളത് പോലെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഇതിൻ്റെ യൂസർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. അതിനായിട്ട് ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മൾ വണ്ടിയെപ്പറ്റി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ നമുക്ക് യൂസർ റിവ്യൂവിലേക്ക് ഡയറക്റ്റ് പോകാം. ഇതിൻ്റെ ഓണറിനെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പം Atto 3യുടെ ഓണർ ഇവിടെ എത്തിയിട്ടുണ്ട്. ജോസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അടൂര് കരിക്കിനേറ്റ് സിൽക്ക് ഗാലറിയോ അറിയായിരിക്കും പലർക്കും. അതിൻ്റെ ഓണറാണ്. അപ്പം അദ്ദേഹമാണ് Atto 3 സ്വന്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങള് എത്ര നാളായിട്ട് Atto 3 വാങ്ങിയിട്ട്? ഇപ്പോൾ 2 മാസമാകുന്നു. 2 മാസമാകുന്നു. ഓക്കെ. അത് എന്നാണ് ബുക്ക് ചെയ്തത്? എത്ര കാലം? ബിഫോർ 4 months ബുക്ക് ചെയ്തതാണ്. 4 മാസം ബുക്കിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. ഓക്കെ. അപ്പം ഇത് എങ്ങനെ ഒരു പുതിയൊരു ബ്രാൻഡ് ആണല്ലോ. പുതിയ ബ്രാൻഡ് മീൻസ് ഈ ഒരു സെഗ്മെന്റിൽ പുതിയതായിട്ട് വന്നൊരു ഇതാണ്, അതായത് കാസിൽ. അപ്പോൾ അതിനെ എങ്ങനെ ബുക്ക് ചെയ്യാനായിട്ട് തോന്നി? അതായത് Byd Atto 3 വേണമെന്ന് എങ്ങനെ ആഗ്രഹം തോന്നി? Byd നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വെളി രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പം നല്ല വണ്ടിയാണെന്ന് മനസ്സിലായി. ഓക്കെ. പിന്നെ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് പിന്നെ 500 കിലോമീറ്റർ ഒറ്റ ചാർജിങ്ങിൽ വണ്ടി ഓടും. അപ്പോൾ അതാണ് ഇതിനകത്തിലെ വലിയൊരു ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് കിലോമീറ്ററിന് 1 രൂപ പോലും ആവുന്നില്ല. എനിക്കാണെങ്കിൽ ഒരുപാട് യാത്രയുള്ള കൂട്ടത്തിലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മറ്റു വണ്ടികളൊക്കെ ഓടണമെങ്കിൽ മിനിമം 100 രൂപ കൂടുതൽ 1 കിലോമീറ്ററിനാവും. അപ്പോൾ ഇതാകുമ്പോൾ 1 രൂപ പോലും ആവത്തില്ല. അപ്പോൾ ആ ബേസ് വെച്ചിട്ട് നോക്കി പിന്നെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ വളരെ കംഫർട്ടായിട്ട് തോന്നി. ഞാൻ ഓഡിയോ Q7 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ആ വണ്ടിയെ ഉപയോഗിക്കുന്നതിലും കൂടുതലായിട്ട് നമുക്ക് കംഫർട്ട് തോന്നി, യാത്രാസുഖം. അതായത് മറ്റ് വണ്ടി ഉപയോഗിക്കുന്നത് Audi Q7, പിന്നീട് ഒരു പസാട്ട് ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, സ്പോട്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചപ്പോഴും എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ഇതാണ്. പിന്നെ യാത്ര യാതൊരു ക്ഷീണവും ഇല്ല. ഓട്ടോമാറ്റിക് ആവുന്നതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ വളരെ സുഖമാണ്. സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ സ്മൂത്താണ്. പിന്നെ ഫെസിലിറ്റീസ് ഒരുപാടുണ്ട്. 6 എയർ ബാഗ് ഉണ്ട്. പിന്നെ AC കംഫർട്ട് ഉണ്ട്. പിന്നെ 260 ക്യാമറ ഉണ്ട്. വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിന്റെ പ്രത്യേകത ഞാൻ കണ്ടത്, ഓട്ടത്തിൽ നമ്മൾ ഒരു പക്ഷേ വണ്ടി അടുത്ത് വരുമ്പോൾ നമ്മൾ ചവിട്ടാൻ മറന്നുപോയാൽ തന്നെ സഡൻ ബ്രേക്ക് വണ്ടി തന്നെ ഇടും. അതെ. അതുപോലെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം ആദ്യം ടെസ്റ്റ് ഡ്രൈവ് അവർ അനൗൺസ് ചെയ്ത് ആദ്യത്തെ ടെസ്റ്റ് ഡ്രൈവിൽ തന്നെ വണ്ടി കിട്ടിയിരുന്നോ? ടെസ്റ്റ് ഡ്രൈവ് ഞാൻ ഷോറൂമിൽ അവർ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് വണ്ടി തന്നു. അപ്പോൾ ഓടിച്ചു നോക്കി, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണ് ബുക്ക് ചെയ്തത്. ഓക്കെ. അങ്ങനെ ബുക്ക് ചെയ്തു. 4 മാസം കൊണ്ട് വണ്ടി കിട്ടി. അപ്പം ഇതിന് ഓൺ റോഡ് പ്രൈസ് ആയത് എത്ര രൂപയാണ്? ഓൺ റോഡ് പ്രൈസ് ഇത് സ്പോർട്ട് എഡിഷൻ ആണ്. സ്പോർട്ട് എഡിഷന് 34,49 ഷോറൂം പ്രൈസ് വരുന്നത്. പിന്നെ രജിസ്ട്രേഷന് നമുക്ക് 1,56,000 രൂപയോളമായി. പിന്നെ നമുക്ക് ഇൻഷുറൻസിന് എനിക്ക് ഒരു 54,000 രൂപയായി. പിന്നെ ടെമ്പററി രജിസ്ട്രേഷന് എടുത്തത് കൊണ്ട് ഒരു 10,000 രൂപ. പിന്നെ എക്സ്ട്രാ അക്സസറീസ് എല്ലാം കൂടെ വാങ്ങിച്ചത് ഒരു 39,000 രൂപ. അങ്ങനെ 37,09,000 രൂപ കോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 37,09,000-നാണ് ഇത് ഓൺ റോഡ് ഇറക്കിയത്. അതിൽ 10,000 രൂപ നമുക്ക് TP ടെമ്പററി പെർമിറ്റ് എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ. നേരത്തെ വണ്ടി അങ്ങനെ കിട്ടത്തില്ലായിരുന്നു നമ്പർ. അപ്പം ഇഷ്ടമുള്ള നമ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്രയും നാൾ കൊണ്ട്? ഇപ്പം 5000 കിലോമീറ്റർ ആവുന്നു. 5000 ആയി. അപ്പോൾ ഇപ്പൊ കൂടുതലും മറ്റു വാഹനങ്ങളൊക്കെ എടുക്കാതെ ഇതായിരിക്കും ഉപയോഗിക്കുന്നത്? കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇത് തന്നെയാണ്. വൈഫിന് വേണ്ടി എടുത്ത വണ്ടിയാണ്. എങ്കിൽ കൂടെ കൂടുതൽ സമയം ഞാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇനി അടുത്ത ഡിഫൻഡർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡിഫൻഡറോ? അത് നമുക്ക് ഫസ്റ്റ് വീക്കിൽ കിട്ടും. ഓക്കെ, അടുത്ത മാസം. അതെ. ഓ ഗ്രേറ്റ്. ഓക്കെ, അതേതായാലും ഒരു അഡ്വഞ്ചർ, ഒരു പ്രോപ്പർ SUV-യുടെ ആയിക്കോട്ടെ ഡിഫൻഡർ. ഓക്കെ ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇതിന്റെ വിലയുടെ കാര്യങ്ങളിലും എല്ലാം പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇതിലെ ലോങ് ഡ്രൈവിന്റെ ഒരു കംഫർട്ടാണ്. അതായത് ഒത്തിരി ദൂരം പോയിട്ടുണ്ടോ? എത്ര കിലോമീറ്റർ ആണ്? ഞാൻ ഇവിടുന്ന് എറണാകുളം എയർപോർട്ട് വരെ പോയിട്ടുണ്ട്. ഓക്കെ, അന്ന് തന്നെ തിരിച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 482 കിലോമീറ്റർ വരെ ഞാൻ ഇത് അറ്റ് എ ടൈം ഓടിച്ചിട്ട് നമുക്ക് ചാർജിങ്ങിനൊന്നും ഒരു പ്രശ്നം വന്നില്ല. പിന്നെ രാത്രി വന്ന് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ചാർജർ ഇപ്പം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്പീഡ് ചാർജർ ആണെങ്കിൽ നമുക്ക് 1 അവർ കൊണ്ട് ചാർജിങ് കയറും. അല്ലാത്തതാണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ. ഇനിയിപ്പം നമുക്ക് നോർമൽ പ്ലഗിൽ ഇത് കുത്താൻ പറ്റും. നോർമൽ പ്ലഗിൽ കുത്തിയാൽ ഒരു 5 hours എങ്കിലും മിനിമം എടുക്കും. 5 to 6 hours. 5 to 6 hours. ഫുൾ ചാർജിങ്. സീറോ ആക്കിയാലേ സീറോ ആക്കാറുണ്ടോ? ആക്കാറില്ലായിരിക്കുമല്ലോ. സീറോ ആക്കാറില്ല. 20 ഒക്കെ ആകുമ്പോഴേ ചാർജ് ചെയ്യും. അപ്പം വീട്ടില് ചാർജ് ചെയ്യുമ്പോൾ ഒരു 5-6 മണിക്കൂർ കൊണ്ട് വീട്ടിൽ ചാർജ് ചെയ്താൽ മാക്സിമം 2 hours. ഓ, മറ്റേ ചാർജർ വെച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, 2 hours ഫുൾ ചാർജ് ആവും. ഓക്കെ, പിന്നെ അല്ലാതെ ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ? ഫാസ്റ്റ് ചാർജ് ഞാൻ ഓൺ ദ വേയിൽ ചെയ്ത് എറണാകുളത്തൊന്നും ചെയ്തായിരുന്നു. 1 hour മതി. അത് 1 hour കൊണ്ട് ഫുൾ ചാർജ് ആവുന്നു. അപ്പൊ അതിന് കുറച്ചുകൂടെ എക്സ്പെൻസ് ആവും. നോർമലി നമുക്ക് 1000 രൂപ ആയാൽ അതിന് ഒരു 1500 രൂപ ആവും ഫുൾ ചാർജിന്. 1500 രൂപയാണ്. അപ്പൊ ഇത് ഫുൾ ചാർജ് ആകാനുള്ള കോസ്റ്റ് പുറത്ത് വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പം 1500 രൂപയ്ക്ക് 500 കിലോമീറ്റർ ആണ് ഓടാൻ പറ്റുന്നത്. അതെ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ തന്നെ ചാർജ് ആണെങ്കിൽ നമുക്ക് 500 രൂപ താഴെ ആവത്തുള്ളൂ കറണ്ട് ചാർജ്. അത്ര വരുന്നുള്ളൂ. സോളാർ യൂസ് ചെയ്യുന്നുണ്ടോ? സോളാർ ഇല്ല വീട്ടിൽ. അല്ലാതെ അപ്പം കറണ്ട് ചാർജിൽ എത്രയാണ് ഡിഫറൻസ് വന്നത് നോക്കിയിട്ടുണ്ട്? 500 rupees ഒരു ഫുൾ ചാർജിന്. അതാണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ, 500 രൂപയ്ക്കാണ്. അതാണ് 1 രൂപ പെർ കിലോമീറ്റർ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അകത്തോട്ടൊന്ന് കയറി ഉള്ളിലേക്ക് കാണാം. ഓക്കെ, ഞങ്ങൾ അകത്തേക്ക് കയറി. അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. അപ്പം ഭയങ്കര സൗണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അകത്ത് കയറിയപ്പം ഭയങ്കര സൈലൻ്റായി. ഇതിൻ്റെ NVH ലെവലൊക്കെ അത്ര അടിപൊളിയാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം ഇന്റീരിയറിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ഇതിന്റെ ഡിസൈൻ ഒക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അതെ 360 ക്യാമറ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഫ്രണ്ടും ബാക്കും എല്ലാം കിട്ടും. ഓക്കെ, സൈഡിൽ പോയാൽ അത് കിട്ടും. ആ ഒരു അഡ്വാൻറ്റേജ് പ്രധാനമാണ്. 60 ക്യാമറ ഉള്ളതുകൊണ്ട്. ഓക്കെ, പിന്നെ AC നല്ല കംഫർട്ടാണ്. ഓക്കെ, നല്ല കൂളിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് എക്സ്ട്രാ അക്സസറീസ് ചെയ്തിട്ടുണ്ട്. അതിനെ 30,000 എത്രയായിരുന്നു ആ റേഞ്ച് ആയിട്ടുണ്ട്? 39,000 രൂപ. അപ്പൊ 39,000 രൂപയ്ക്ക് എന്തൊക്കെയാണ് അക്സസറീസ് ആഡ് ചെയ്തത്? അത് പ്രധാനമായിട്ടും ഡോർ മാറ്റ്. ഓക്കെ, പിന്നീട് നമ്മള് ഡിക്കിയിലൊരു AC അല്ല റെഫ്രിജറേറ്റർ നമുക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മരുന്നുകൾ സൂക്ഷിക്കാം. അത്യാവശ്യം തണുത്ത വെള്ളം, തണുത്ത സോഡ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് ഷോറൂമിൽ നിന്ന് തന്നെ അക്സസറീസിന്റെ കൂട്ടത്തിൽ റെഫ്രിജറേറ്റർ ആയിട്ട് ഓപ്ഷൻ അല്ലേ? ഓക്കെ, അത് കൊള്ളാലോ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് അക്സസറീസ് ഇതിന്റെ? അല്ലാതെ വേറെ വലുതായിട്ടൊന്നും നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ടില്ല. ബാക്കി എല്ലാം ഇൻബിൽറ്റ് വണ്ടിയെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിലെ BYDയിലെ ഏറ്റവും, അതായത് അറ്റോ 3യിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഒരെണ്ണമായിട്ട് ചോദിക്കാനും പറ്റത്തില്ല, കുറെ കാണുമല്ലോ. അതെ, ഫീച്ചർ ഇതിന്റെ കളർ ഒരു സ്പെഷ്യൽ കളറാണ്. സ്പോർട്ട് എഡീഷനിലെ കളർ. ഇത് 126 വണ്ടി മാത്രമേ ഇന്ത്യയിൽ ഇറങ്ങത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 126 വണ്ടിയിൽ ഒരു വണ്ടിയാണ് ഇത് സ്പോർട്ട് എഡീഷൻ. ഓക്കെ, പിന്നെ ഇതിന്റെ ടിൽറ്റബിൾ ഡിസ്പ്ലേ ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ വെച്ചാണോ കൂടുതലും, അതോ മാപ്പ് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മുടെ കംഫർട്ട് അനുസരിച്ചും തിരിച്ചിടും? ഓക്കെ, അതൊക്കെ പിന്നീട് നമ്മുടെ പനോരമിക് സൺറൂഫ് ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നില്ല. ഇനി മക്കളെ കൊണ്ടൊക്കെ പോകുമ്പോൾ അത് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. Hey BYD, please open the sunroof. Okay,
എല്ലാം നമുക്ക് വോയിസ് കമാൻഡിൽ നമുക്ക് ചെയ്യാം. നമ്മൾ MGയുടെ വാഹനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലീസ് ഹേയ് BYD പ്ലീസ് ഓപ്പൺ ദി ഡ്രൈവേഴ്സ് വിൻഡോ. ഭയങ്കര ക്വിക്ക് റെസ്പോൺസ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞ് തീരുന്ന ഉടനെ തന്നെ അത് ഓപ്പൺ ആവുന്നുണ്ട്. ഹേയ് BYD പ്ലീസ് ക്ലോസ് ദ ഡ്രൈവേഴ്സ് വിൻഡോ. ഹേയ് BYD പ്ലീസ് ക്ലോസ് ദ ഡ്രൈവേഴ്സ് വിൻഡോ. ക്വിക്ക് റെസ്പോൺസ് ആണ്, ഒട്ടും താമസം വരുന്നില്ല. അതൊക്കെ ഭയങ്കര നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇതായിട്ട് തോന്നിയില്ലേ. പാനോരമിക് സൺറൂഫ് ആണ് വരുന്നത്. ഇത് തുറന്നിട്ടൊക്കെ ഓടിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. സ്ഥിരമായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ നടക്കില്ലല്ലോ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ചാർജിങ് ടൈം പറഞ്ഞു, നമ്മൾ കോസ്റ്റ് പറഞ്ഞു. ഇതിന്റെ സർവീസ് എത്ര കിലോമീറ്ററിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്? സർവീസ് നമുക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. 20,000 കിലോമീറ്റർ ഓടുമ്പോൾ 1000 രൂപ മാത്രമേ നമുക്ക് സർവീസ് ചാർജ് ആവുന്നുള്ളൂ. കാര്യം പ്രത്യേകിച്ചൊന്നും മാറാനില്ല. AC ഫിൽറ്റർ മാത്രമേ മാറാനായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് 1000 രൂപയെ ആവത്തുള്ളൂ 20,000 കിലോമീറ്റർ. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അത്രയും സർവീസ് കോസ്റ്റ് കുറഞ്ഞിരിക്കും. 20,000 രൂപയിൽ 1000 കിലോമീറ്ററിൽ 1000 രൂപ എന്ന് പറയുന്നത് അത് എപ്പോഴും കൊണ്ടുപോകാൻ വേണ്ട. 20,000 പോയാൽ മതി. ഇപ്പൊ നമ്മൾ മറ്റു വണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ 5000-10,000 കിലോമീറ്ററിൽ നമുക്ക് മിനിമം ഒരു 10,000 രൂപ ആകും. സത്യം. ഓടിയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ 50,000 രൂപ ആവും. ഓഡി Q7 എത്രയാണ്? ഓഡി Q7 ആവറേജ് നമുക്ക് ഒരു 50,000 റുപ്പീസ് ആവും 10,000. ഓക്കെ. അതുപോലെ പസാറ്റും എനിക്ക് പസാറ്റിനും നിയർ 10,000 ആവും. ഓക്കെ. അപ്പോ അതിന്റെ ഡബിൾ 20,000 ഓടുമ്പോൾ നമുക്ക് 1000 രൂപ മാത്രമേ 10 മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു രീതിയിലും വളരെ പ്രയോജനമാണ്. പിന്നെ എറണാകുളത്ത് മാത്രമേ ഉള്ളല്ലോ തൽക്കാലം ഇതിന്റെ ഷോറൂം എറണാകുളത്ത്. അപ്പോ നമുക്ക് അവിടെ വരെ കൊണ്ടുപോയി ചെയ്യാനല്ലാതെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇവിടെ വന്ന് പിക്ക് ആൻഡ് ഡ്രോപ്പ്. അല്ല, അവർക്ക് എമർജൻസി വന്നാല് അവര് നമ്മുടെ ഷോറൂമിൽ വന്ന് റിപ്പയർ ചെയ്ത് തരാമെന്നുള്ള ഉറപ്പുണ്ട്. അവര് വരും. ഓക്കെ. പിന്നെ വേറെ BYD Atto 3 ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് പോരായ്മകൾ? അതായത് 5000 കിലോമീറ്റർ ഓടിയപ്പം എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? പോരായ്മകളായിട്ട് സത്യം പറഞ്ഞാല് ഒന്നും തോന്നിയില്ല. എല്ലാം മെച്ചമായിട്ടാ തോന്നിയത്. അത് ശരി. നമ്മൾ ഡോറൊക്കെ തുറക്കണമെങ്കിൽ മറ്റു വണ്ടികളെ അപേക്ഷിച്ച് 2 പ്രാവശ്യം ഓപ്പൺ ആക്കിയതിന്റെ, അതായത് ഒന്ന് ലോക്ക് തുറക്കണം പിന്നെ തള്ളണം. അതെ, 2 പ്രാവശ്യം പിടിച്ചെങ്കിൽ അത് സേഫ്റ്റി ആസ്പെക്ട്സ് ആണ് നമുക്ക്. ഓക്കെ, 2 പ്രാവശ്യം അത് ചെയ്യണം അല്ലേ? എങ്കിൽ മാത്രമേ ഡോർ ഓപ്പൺ ആവുള്ളൂ. അത് നമുക്കൊരു സേഫ്റ്റിയാണ്. ഓക്കെ, അല്ല കൈ കൊണ്ട് തുറന്നു പോവില്ല. ഓക്കെ. പിന്നീട് നമുക്ക് ബാക്കിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അലേർട്ട് കാണിക്കും, ഡോണ്ട് ഓപ്പൺ ദ ഡോർ, പ്ലീസ് കെയർഫുൾ. വണ്ടി നിർത്തിയിട്ട് എടുക്കും. അതെ. ഓക്കെ. വണ്ടി ഇപ്പൊ നമ്മൾ ഒരിടത്ത് നിർത്തിയിട്ടോ നമ്മൾ പെട്ടെന്ന് തുറന്നിറങ്ങുവാണെങ്കിൽ അപ്പൊ തന്നെ അലേർട്ട് വരും. പ്ലീസ് ബി കെയർഫുൾ ബിഹൈൻഡ് കാർ കമ്മിങ്, അങ്ങനെ അനൗൺസ്മെന്റ് വരും. ഓക്കെ, എല്ലാം അറിയിച്ചോണ്ടേയിരിക്കും. അതുപോലെ ലൈൻ അസിസ്റ്റ് ഇതില്ലേ, നമ്മൾ ലൈൻ തെറ്റിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി വണ്ടി അതിലെ പിടിച്ചു മാറ്റുമായിരുന്നു. അത് പക്ഷെ നമ്മുടെ റോഡിന് ഇത് പറ്റിയ അതല്ല. അത് ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഓടിക്കുമ്പോഴാണ് ആ ലൈനിൽ കൂടെ പോകാൻ പറ്റും. നമ്മൾ പലപ്പോഴും ലൈൻ തെറ്റിച്ചപ്പോ ഇത് വണ്ടി തന്നെ വലിച്ചു മാറ്റുമായിരുന്നു. അതൊരു അപകടമായതുകൊണ്ട് പിന്നെ ഷോറൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവര് പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ റോഡിന് അത് ആവശ്യമില്ല, അങ്ങനെ അത് അഴിച്ചു വിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു ഫീച്ചർ ഷോറൂമിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് തന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇവിടുത്തെ ഓടിയതിന് അതേ കംഫർട്ട് ആവുള്ളൂ. ഓക്കെ, അതെ തന്നെ, തീർച്ചയായിട്ടും. മറ്റേ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും നമുക്ക് അധികം ഹൈവേസ് ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം. ചെയ്യാം. ഓക്കെ. പിന്നീട് വേറൊരു സ്ട്രിങ് ഇവിടെ കണ്ടിരുന്നു. ആ സ്ട്രിങ് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടോ? സൗണ്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രിങ് ആണ്. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് അല്ല, ഒരു വെറൈറ്റി. അത് ഞങ്ങള് ഡ്രൈവർ വെച്ച് ഓടിക്കുമ്പോൾ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ. പിന്നീട് ഇതിന് സീറ്റ് വെന്റിലേഷൻ വരുന്നില്ല. അതൊരു സീറ്റില് വെന്റിലേഷൻ വന്നിട്ടില്ലല്ലോ. അല്ലാതെ തന്നെ വണ്ടിക്ക് നല്ല കൂളിംഗ് ഉണ്ട്. കൂളിംഗ് വേണേൽ നമുക്ക് താഴോട്ട് ഇടാം. ഗ്ലോ ബോക്സും കൂൾഡ് ആണല്ലോ. അതെ, ഡാഷ്ബോർഡ് ഗ്ലോ ബോക്സ് എല്ലാം കൂൾഡ് ആണ്. ഓക്കെ. പിന്നെ ഡിക്കില് നമുക്ക് റെഫ്രിജറേറ്റർ എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ. അപ്പം എല്ലാം കൊണ്ടും പൊതുവെ കംഫർട്ടാണ്. ഇതിന്റെ പോരായ്മകൾ ചോദിച്ചിട്ടൊന്നും പറയാനില്ല. പാർക്കിംഗ് ഒക്കെ വളരെ ഈസി.
വണ്ടി വലിയ വലിപ്പം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സിറ്റിയിലും ഏത് ടൗണിലും പോയാലും ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഓടി ക്യൂസോനും കൊണ്ട് പോയി കഴിഞ്ഞാൽ 2 വട്ടം കറങ്ങിയൊക്കെ എല്ലായിടത്ത് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള നല്ല ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. 360 വരുന്നു. വണ്ടിയുടെ വലിപ്പം കുറവാണ്, അതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് ഈസിയാണ്. ഒരു കാര്യം എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് BYD Atto 3 പറ്റിയുള്ള യൂസർ എക്സ്പീരിയൻസിൽ പറയാനുള്ളത്. പിന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ പുതിയതായിട്ട് ഈ ഒരു റേഞ്ചിലുള്ള വാഹനങ്ങൾ നോക്കുക? കാരണം ഇതിന്റെ ഹ്യുണ്ടായുടെ കോന എന്ന് പറയുന്ന വാഹനം വരുന്നുണ്ട്, പിന്നെ MGയുടെ ZS, അതൊക്കെ 30-32 ലക്ഷം റേഞ്ചിൽ വരുന്ന വാഹനങ്ങളാണ്. ഇത് കുറച്ചുകൂടെ കൂടി നിൽക്കും. അപ്പോ അതിന് അവർക്ക് ഈ 500 കിലോമീറ്റർ ഒരേ സ്ട്രെച്ചിൽ ഓടുന്ന വണ്ടി BYD മാത്രമേ ഉള്ളൂ അറ്റ് പ്രസന്റ്. അതല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. ഇപ്പം ഇതിന്റെ പിന്നെ ലോങ് ഡ്രൈവിൽ പോയപ്പോഴുള്ള യാത്രാ സുഖത്തെ പറ്റിയും പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലായിരിക്കും. നല്ല യാത്ര കംഫർട്ടാണ്, പുറകിലിരിക്കുന്നവരും കംഫർട്ടാണ്. പിന്നെ ഡ്രൈവിംഗ് ഞാൻ കൂടുതലും തന്നെ ഓടിക്കുന്ന ഡ്രൈവർ ഉണ്ടെങ്കിലും പക്ഷെ വളരെ കംഫർട്ടായിട്ട് നമുക്ക് തോന്നി, നമുക്കൊരു ക്ഷീണം തോന്നത്തില്ല. താങ്കളുടെ വാഹന കളക്ഷൻ കേട്ടപ്പോഴേ മനസ്സിലായി ഒരു വാഹന പ്രേമി ആയിരിക്കും ഡ്രൈവിംഗ്. കാരണം പസാറ്റ് Q7, അടുത്ത ഡിഫൻഡർ വരുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. കുറെ കാര്യങ്ങൾ ഈ ഒരു തിരക്കിന്റെ ഇടയ്ക്കും നമുക്ക് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, അതുകൊണ്ട് വളരെ നന്ദി. അപ്പോൾ നിങ്ങൾക്ക് ഈ Atto 3യുടെ യൂസർ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.